ബാങ്കിന്റെ ശേഷം സ്വലാത്തുണ്ട്, സുന്നത്താണ്. ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ കേൾക്കുന്ന നമ്മളും പറയണം. അത് കഴിഞ്ഞാൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇതൊക്കെ നമ്മൾ ചെയ്യാനുള്ളതാണ്. നമ്മൾ ആ സമയത്ത് അശ്രദ്ധരാവരുത്. ബാങ്ക് കേൾക്കുമ്പോൾ എല്ലാവരും മൗനം പാലിച്ച് അതിന്റെ മറുപടി പറയണം. കഴിഞ്ഞ അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ചുരുങ്ങിയ സ്വലാത്തോ അല്ലെങ്കിൽ ഇബ്രാഹിമിയ സ്വലാത്തോ നമുക്ക് ചൊല്ലിയാൽ ഏറ്റവും നല്ലത്. അതിന്റെ ശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയേണ്ടത്. അങ്ങനെ ബാങ്കിന്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അതേ അവസരത്തിൽ ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലൽ ബിദ്അത്താണ്. എന്താ കാരണം? രണ്ടു സ്വലാത്ത് തന്നെയല്ലേ, രണ്ട് സമയത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നല്ലേ പറയുന്നത്. പിന്നെന്തേ ഒന്ന് തെറ്റും മറ്റൊന്ന് ശരിയുമായത്? ബാങ്കിന്റെ ശേഷം ചൊല്ലൽ മുത്തു മുസ്തഫ പഠിപ്പിച്ചതാണ്, ബാങ്കിന്റെ മുമ്പ് പഠിപ്പിച്ചതല്ല. അവിടെ മാതൃകയില്ല.